കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിവിധങ്ങളായ സർവേ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. വിവിധ രാഷ്ട്രീയ സർവേകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ നേതൃത്വത്തിൽ, വിവിധ സ്വകാര്യ ഏജൻസികളുടെ നേതൃത്വത്തിലെല്ലാം ഈ സർവേകൾ നടന്നു വരുന്നുണ്ട്. വിവിധ സർവേകൾ, ആധികാരികമായ വിവിധ സർവേകൾ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ എന്നൊരു ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത്. എന്നാൽ അതിനൊരു വിരാമം കുറിച്ചു എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു സർവേയെ കുറിച്ചാണ് ഞങ്ങൾ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജനകീയ സർവേയുമായി വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടന രംഗത്തുണ്ട്. പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയാണ് ഈ സർവേക്ക് നേതൃത്വം നൽകുന്നത്. ജനഹിതം അറിയാനാണ് ഈ സർവേ നടത്തുന്നത്. ജനങ്ങളുടെ മനസ്സിലെ മുഖ്യമന്ത്രിമാരെയും ജനങ്ങളുടെ മനസ്സിലെ MLA-മാരെയും അറിയാൻ വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സർവേ നടക്കുകയാണ്. വോട്ടർമാർക്ക് സ്വന്തം മനസ്സിലെ പേരുകൾ നിർദ്ദേശിക്കാനും, പട്ടികയിൽ നിന്ന് വോട്ട് ചെയ്യാനും, അധികാരത്തിൽ വരുന്ന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനും weareprepoll.com എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ മതി. രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തിൽ നിന്നും ജനങ്ങളുടെ മനസ്സിലെ വ്യക്തിത്വങ്ങളെ തുറന്നു കാണിക്കാനും അധികാരത്തിൽ വരുന്ന സർക്കാരിനെ ക്രിയാത്മകമാക്കാനുമാണ് സർവേയിലൂടെ ഈ ഫൗണ്ടേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് തങ്ങളുടെ മണ്ഡലത്തിലെ MLA-മാർ ആരായിരിക്കണം, തങ്ങളുടെ മുഖ്യമന്ത്രി ആരായിരിക്കണം, തങ്ങളുടെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ട മന്ത്രിമാർ ആരായിരിക്കണം, എന്തെല്ലാമാണ് തങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സർവേയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. സ്ക്രീനിൽ നൽകുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ കഴിയും. പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റായ അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര, അദ്ദേഹം നേരത്തെ നടത്തിയ സർവേകളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി ആ സർവേ ഫലം തന്നെ വളരെ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ സർവേക്കും നേതൃത്വം നൽകുന്നത്. അവനീഷ് കോയിക്കരയുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ ടീം അംഗങ്ങൾ നടത്തുന്ന ഈ സർവേ വളരെ വലിയ ഇമ്പാക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജനമനസ്സറിഞ്ഞ സാമ്പിൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് ഈ സർവേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സർവേയിൽ ഏതൊരാൾക്കും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലാപ്ടോപ്പുകളെല്ലാം ഉപയോഗിച്ച് ഏതൊരാൾക്കും ഇതിൽ അഭിപ്രായം പങ്കുവെക്കാൻ കഴിയും, അവരുടെ നിർദ്ദേശങ്ങൾ പങ്കുവെക്കാൻ കഴിയും. ഇത്ര സുതാര്യമായി അല്ലെങ്കിൽ ഇത്ര വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സർവേ കേരളത്തിന്റെ സ്വകാര്യ ടെലിവിഷൻ ചരിത്രത്തിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു മാറ്റം കുറിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ സർവേ നടത്തുന്നത്. എന്തായാലും ഈ സർവേ ഫലം വലിയ ഓളം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായി ജനമനസ്സറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സർവേ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു തരംഗമായി മാറാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റു ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയാണ് സർവേ നടത്തുന്നതെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമാണ് ഈ സർവേ അവസരമൊരുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിൽ ഞങ്ങൾ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഓരോ വോട്ടർക്കും, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് വരെ ജനാധിപത്യത്തെക്കുറിച്ച് അവബോധമുള്ള ആർക്കും തങ്ങളുടെ MLA ആരാകണം, എന്തെല്ലാമാണ് തങ്ങളുടെ മനസ്സുള്ള വികസന പദ്ധതികൾ, ആര് മുഖ്യമന്ത്രിയാകണം, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഈ സർവേയിൽ രേഖപ്പെടുത്താൻ കഴിയും. അതുതന്നെയാണ് ഈ സർവേയുടെ പ്രത്യേകതയും. എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഈ സർവേ തരംഗമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.